ലൈസൻസ് ഇല്ലാത്ത തോക്കുമായി കാട്ടുപോത്തിനെ വേട്ടയാടി കൊലപ്പെടുത്തി മാംസക്കച്ചവടം. 20 കിലോ മാംസമാണ് കരുവാരക്കുണ്ട് കേരളം പാന്ത്ര സ്വദേശി സുബൈർ എന്ന ബാപ്പൂട്ടിയുടെ വീട്ടിൽ നിന്നും പിടികൂടിയത്. ജലലഭ്യത നിങ്ങൾക്കൊരു പ്രശ്നമാണോ? ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ് ഇനി നിങ്ങൾക്കൊപ്പമുണ്ട്. വെള്ളിയാഴ്ച രാത്രി കാട്ടുപോത്തിനെ വേട്ടയാടി പിടിച്ചതായാണ് വിവരം. ശനിയാഴ്ച രാവിലെയാണ് മാംസം കണ്ടെടുത്തത്. പാത്രങ്ങളടക്കം 8 കിലോയോളം വേവിച്ചതും 12 കിലോ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച നിലയിലുമാണ് കണ്ടെടുത്തത്. പ്രതികളെല്ലാവരും നിരീക്ഷണത്തിലാണെന്ന് ഡെപ്യൂട്ടി റേഞ്ചർ PN സജീവൻ പറഞ്ഞു. വിൽക്കണ ആള് സ്ഥലത്തില്ലായിരുന്നു. പക്ഷെ അയാളെ വീട്ടിൽ നിന്നും ചെമ്മല ബാപ്പുട്ടി എന്ന് പറയുന്ന സുബൈർ, അയാളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് 20 കിലോയോളം കാട്ടിറച്ചി കിട്ടി. അത് കാട്ടുപോത്തിൻ്റെ ഇറച്ചി തന്നെയാണെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ബാക്കി പ്രതികളെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. മിക്കവാറും 2 ദിവസം കൊണ്ട് തന്നെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യും. അതുപോലെ വേട്ടയാടിയ സ്ഥലം, തോക്ക്, അതുപോലെ പിന്നെ വാഹനം ഇതെല്ലാം ഉണ്ട്. ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് പ്രതികളെ എല്ലാവരെയും പിടിക്കും. ഈ വേട്ടയിറച്ചി വിൽക്കുന്നുണ്ടെന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭാഗത്ത് റെയ്ഡ് നടത്തിയിട്ടുള്ളത്. കാട്ടുപോത്തിനെ വേട്ടയാടിയ സംഘത്തിൽ 6ഓളം പ്രതികളുണ്ടെന്നാണ് സൂചന. ഇവരെക്കുറിച്ചുള്ള പ്രാഥമിക വിവരവും വനപാലകർക്ക് ലഭിച്ചിട്ടുണ്ട്. വേട്ടയാടിയ കാട്ടുപോത്തിന് എത്ര തൂക്കമുണ്ടായിരുന്നെന്നും എത്ര പേർ മാംസം വാങ്ങി ഉപയോഗിച്ചെന്നും കൃത്യമായ വിവരം ഇപ്പോൾ ലഭ്യമല്ല. പ്രതികളെ പിടികൂടി ചോദ്യം ചെയ്താൽ മാത്രമേ ഇക്കാര്യങ്ങൾ അറിയാൻ സാധിക്കൂ. കാട്ടുപോത്തിനെ വേട്ടയാടിയ സ്ഥലവും വേട്ടയാടാൻ ഉപയോഗിച്ച തോക്കും മറ്റു അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടില്ല. മാംസം വേവിക്കാൻ ഉപയോഗിച്ച കുക്കർ, പാത്രങ്ങൾ, കത്തികൾ തുടങ്ങിയവ വനപാലകർ പിടിച്ചെടുത്തിട്ടുണ്ട്. പ്രതികൾ ഉപയോഗിച്ച വാഹനങ്ങളും ഉടൻ പിടികൂടും. കാട്ടുപോത്തിന്റെ ഇറച്ചി പണം കൊടുത്തു വാങ്ങിയവരും കേസിലെ പ്രതികളാകും. പിടിച്ചെടുത്ത മാംസം മഞ്ചേരി വനം കോടതിയിൽ ഹാജരാക്കി. ഞാൻ പ്രിപ്പയർഡാണ്, കോൺഫിഡന്റ്. നിന്റെ ഓരോ ചലനവും എനിക്ക് അന്നേ അറിയാമായിരുന്നു. Hey Liz, the baby's got your nose, cheeks and lips. നിന്റെ സോഫ്റ്റ് സ്കിൻ, കെയർ, കംഫർട്ടൊക്കെ ശ്രദ്ധിച്ച് നിന്നെ സംരക്ഷിക്കാൻ എനിക്കാവുന്ന പോലെ മറ്റാർക്ക് സാധിക്കും? നീ ഹെൽത്തിയായി, ഹാപ്പിയായി, സ്വതന്ത്രനായി വളരൂ. ഓരോ ചുവടിലും നിന്നോടൊപ്പം ഞാനുണ്ടെന്ന ധൈര്യത്തോടെ. Poppies, full of love.